ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിനില്ല എന്ന സേനാപതി വേണുവിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതൃത്വം. യുവാക്കൾ കടന്നുവരണമെന്നുള്ള സേനാപതി വേണുവിന്റെ ആവശ്യം തികച്ചും സ്വാഗതാർഹമെന്നും 3 തവണയും 4 തവണയും മത്സരിക്കുവാനുള്ള കൊതിമൂത്ത് എത്തുന്ന CPM നേതാക്കൾ ഇത് പാഠമാക്കണമെന്നും KPCC സെക്രട്ടറി MN ഗോപി ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. ഉടുമ്പൻചോല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. UDFന്റെ ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥിയായി ഇന്നലെയാണ് അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെ തെരഞ്ഞെടുത്തത്. ഇന്നിപ്പോൾ നടന്നൊരു നേതൃയോഗത്തിൽ അദ്ദേഹം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലല്ലാതെ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഇനി അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. എന്താണെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിന് എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നത് KPCC സെക്രട്ടറി ആയിട്ടുള്ള MN ഗോപി സാറാണ്. സാർ, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ എങ്ങനെ കാണും? അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ ഞാൻ ഈ വർത്തമാനകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം വളരെ ഗൗരവമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് 2031 നടക്കുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് 3 പ്രാവശ്യം ഈ നിയോജക മണ്ഡലത്തിൽ MLA ആവുകയും അതിനുശേഷം 10 വർഷക്കാലത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും മത്സരിക്കാൻ വരുന്ന അധികാരമോഹത്തിന്റെ ഒരു മൂർത്തിമഭാവം പ്രകടിപ്പിക്കുന്ന ഒരാളുമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിയ ഈ മുദ്രാവാക്യം, ഈ ആശയം അത് ഏറെ ചർച്ച ചെയ്യപ്പെടും. ഒരു പുതിയ തലമുറയ്ക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പുതിയ തലമുറയ്ക്ക് അവസരം നിഷേധിക്കുന്ന തരത്തിൽ പ്രായമായ ആളുകളുടെ ഒരു ഈറ്റിലമായി തെരഞ്ഞെടുപ്പ് മത്സരരംഗം മാറുകയാണ്. നിങ്ങളത് പരിശോധിച്ചാൽ മനസ്സിലാവും. കോൺഗ്രസ് പുതിയ തലമുറയിലെ മുഴുവൻ ആളുകളെ, ഇപ്പൊ KSUവിന്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഒഴിച്ച് കേരള രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ചെറുപ്പക്കാർക്കും അംഗീകാരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ CPM-ൽ പരമ്പരാഗതമായി മത്സരിക്കുന്ന അധികാര കൊതിമൂത്ത അധികാരഭ്രാന്തന്മാരായ ആളുകൾ വീണ്ടും മത്സരിക്കുന്നു. അത് ഉടുമ്പൻചോലയിലും ആവർത്തിക്കുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കണം, പുതിയ തലമുറയ്ക്ക് ഒരു അവസരം കിട്ടാൻ ഉള്ള സാധ്യതകളെ മുഴുവൻ മുച്ചോളം നശിപ്പിക്കുന്ന ഇത്തരം ആളുകളുടെ മത്സരത്തെ നിങ്ങൾ ഗൗരവമായി പാർട്ടി തലങ്ങളിൽ ചർച്ച ചെയ്യണം എന്നാണ് ഈ സേനാപതി വേണു ഉയർത്തിയിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊരാൾക്ക് അവസരം കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തന്നെയാണ് യുവാക്കൾക്ക് അവസരം നൽകണം എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളതെന്നാണ് KPCC സെക്രട്ടറിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ അവർ അടിവരയിട്ട് പറയുന്നത് MM മണി മത്സരിക്കുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ PJ ജോസഫ് പ്രായാധിക്യം കൊണ്ട് മത്സരിക്കുന്നില്ല എന്നുള്ളതും ഒക്കെ തന്നെയാണ്. ജോബിൻ കോശിക്കൊപ്പം അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.